പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ പറയുന്ന ആളിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് കത്തോലിക്ക സഭയിലെ ദാനിയേൽ പൂവണ്ണത്തിങ്കലാണ്. കത്തോലിക്ക സഭയിലെ ഒരു വലിയ പഠിപ്പുള്ള ഒരു മനുഷ്യനാണ്, പുരോഹിതനാണ് അദ്ദേഹം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആടുകളെ മേയ്ക്കുന്ന ഇടയന്മാർ സ്വാർത്ഥരാണ്. ബാക്കി പറയുന്നില്ല. പഴയ കാലത്ത് അന്ന് ആടുകളെ മേയ്ക്കുന്നവർ ഇടയന്മാർ ആടുകൾക്ക് മുൻപേ പോകും. കാരണം ആടുകളെ മുൻപേ വിട്ട് അവർ വഴിതെറ്റിപ്പോവും. അത് തന്നെയല്ല, അതിനെ കാട്ടുമൃഗങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുക. അതുകൊണ്ട് അതിനൊക്കെ വലിയ അർത്ഥമുണ്ട് ആ ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നതിന്. അത് പോട്ടെ, ഈ ദാനിയേൽ പൂവണ്ണത്തിങ്കൽ സംസാരിച്ചെന്ന് എനിക്കറിയാം. ജപമാല ഞാൻ പറയാം. ഇന്ന് ക്രിസ്തീയ സഭകളിലൊന്നും ബൈബിൾ ദൈവം പറഞ്ഞതുപോലെയോ ബൈബിളിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ല. അവരുടെ ഓരോരോ വേഷവിധാനങ്ങൾക്ക് അബദ്ധങ്ങൾ വിശ്വാസങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ കണിയാമ്മേല എന്ന് തുടങ്ങി ജപമാല എന്താണ്? എവിടുന്ന് കിട്ടി? ഇതിനിടെ ഒരുപാട് അതിശയങ്ങളൊക്കെ കാണിച്ചു. ഒരു പെങ്കൊച്ച് കുർബാന വായിൽ മേടിച്ച് അത് വായിലിട്ട് കഴിഞ്ഞപ്പോൾ അത് മാംസമായി മാറിയെന്ന്. പിന്നെ ഞാനിതൊന്നും പറഞ്ഞില്ല. ഏതായാലും ദാനിയേൽ പൂവണ്ണത്തിങ്കൽ ആരാണെന്ന് ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ മനുഷ്യനാണ് ഒരു സിജിത്ത് എന്ന് പറഞ്ഞ ഒരു കള്ള പ്രവാചകൻ, രോഗശാന്തി ശുശ്രൂഷകൻ. നിങ്ങൾക്ക് ഓർമ്മ കാണും, ഒരു ടെലിവിഷൻ ചാനൽ കൈയടക്കി അയാൾ രോഗശാന്തി ശുശ്രൂഷയൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അയാൾക്കൂടി അയാൾക്ക് മനസ്സിലായി അതോ കത്തോലിക്ക സഭ അയാളെ വിളിച്ചോ. ഈ ചാനലിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വരുമാനം കൂടുതൽ കിട്ടും എനിക്ക് കത്തോലിക്ക സഭയിൽ പോയാൽ. തലവേദനയില്ല, ഈ ഡ്രാമ കളിച്ചുകൊണ്ടിരുന്നാൽ മതി, ഞാൻ ചോദിക്കുന്നതിനും കൂടുതൽ കൈ കിട്ടും. അങ്ങനെ സിജിത്ത് കത്തോലിക്ക സഭ വന്നപ്പം ഈ ദാനിയേൽ പൂവണ്ണത്തിങ്കൽ അങ്ങോട്ട് പോറ്റത് കത്തോലിക്ക സഭയിൽ കൂടെ സ്വർഗത്തിൽ പോകാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് സ്വന്തം സഭയിലേക്ക് തിരിച്ചു വന്നു. ആ കള്ളനാണ് സുജിത്ത്. ഒരു കിഴക്കൻ മലയിൽ കുറേ വലിയ ആർഭാട കെട്ടിടങ്ങൾ പണിതിട്ട് അവിടെ ആരും എല്ലാവരും അതിൻ്റെ ഒരു കാര്യം പറയും, ഈ മെച്ചന്മാരും പുരോഹിതന്മാരും എല്ലാം എടുക്കുന്നതിൻ്റെ കുരിശാണ് കയ്യിൽ. എനിക്ക് ശല്യമുണ്ടാകാതിരിക്കും. ഈ കുരിശ് കാണുമ്പം എന്ത് പറഞ്ഞു പരിശുദ്ധരാണെന്ന് എന്ത് പറഞ്ഞ പോലെ ഇവിടെ ചോദ്യം വരാതിരിക്കാൻ അവൻ വഴി കൊണ്ടുവന്ന് എൻട്രൻസ് കൊണ്ടൊരു കുരിശങ്ങ് നാട്ടി. എന്നിട്ട് ചോദ്യം പറച്ചിനും വന്നപ്പം അത് ഇവിടെ പഴയ ആധാരം ഇതൊക്കെ എടുത്ത് കാണിച്ചു കൂടി. ഇതേതായാലും കുരിച്ച് വേണ്ടപ്പെട്ടൊരിടത്ത് മാറ്റി. അത് വെളിഞ്ഞു വരുന്ന ആൾക്കാർക്ക്, ഈ ഇന്ത്യക്ക് വെളിഞ്ഞു വരുന്ന ടൂറിസ്റ്റുകൾക്ക്, അവർക്ക് താമസിച്ച് അവർക്ക് വേഷപത്രവും വാങ്ങിച്ചു ഇതുമൊക്കെ കൊടുക്കാനായിട്ട് അവിടെ എന്തൊക്കെ നടക്കും പിന്നെന്നുള്ളത് നമ്മൾ പിന്നെ കണ്ടാൽ മതി. പോട്ടെ, ഈ ദാനിയേൽ പൂവണ്ണത്തിങ്കൽ എന്ന് പറഞ്ഞിരിക്കുന്നു, ജപമാല മുടക്കരുത്. കുടുംബത്തിൽ ജപമാല മുടക്കാതിരുന്നാൽ കുടുംബത്തിൽ കന്യകമറിയാമിൻ്റെ, യേശുവിൻ്റെ അമ്മ കന്യകമറിയാമിൻ്റെ അനുഗ്രഹവും കൃപയും സമൃദ്ധിയും എല്ലാം ഉണ്ടാവും. കന്യകമറിയാമിന് സ്വന്തമായി എന്തെങ്കിലും കഴിവുണ്ടോ? ഉണ്ടെന്ന് ദാനിയേൽ പൂവണ്ണത്തിങ്കൽ പറയാമോ? യേശു തന്നെ പറഞ്ഞു, എൻ്റെ പ്രാവനോട് പറയുന്നത് അല്ലാതെ ഞാൻ ചെയ്യാനൊക്കത്തില്ല. പ്രാവനെ കാണിച്ചു തന്നിട്ടുള്ളത് ഞാൻ ചെയ്യും. എന്നാൽ
ഞാൻ പറയുന്നത് കന്യകമറിയാമല്ല, കന്യകമറിയാൻ തന്നെ മനുഷ്യ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണെങ്കിലും മനുഷ്യരായി ജനിച്ച് മനുഷ്യ സ്ത്രീയായി ജനിച്ചതാണ്. എന്തുകൊണ്ട് കന്യകമറിയാമിൽ ജന്മമെടുത്തു? അതായത് വചനം പൂർത്തിയാകുക എന്നല്ല, ഒരു കന്യകയിൽ നിന്ന് ദൈവത്തിന് സ്വർഗത്തിൽ ഭൂമിയിലൊരു മനുഷ്യനായി ജനിക്കേണ്ടതിന് കന്യകയെ സെലക്ട് ചെയ്തു. അത് കന്യകമറിയാമായിരുന്നു. അതുകൊണ്ട് കന്യകമറിയാം ഏതെങ്കിലും കാര്യം സ്വന്തമായിട്ട് ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? സ്വന്തമായിട്ട് ഏതെങ്കിലും കാര്യം അത്ഭുതങ്ങളോ എന്തെങ്കിലും പ്രവർത്തിച്ചായിട്ട് ഇല്ല. കന്യകമറിയാമെന്നല്ല, ആർക്കും നടക്കത്തില്ല. ഇന്നും ഞാൻ പറയാമല്ലോ, ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും വലിയ പരിശുദ്ധനാണ് പരിമല കൊച്ചുതിരുമേനി. ആ തിരുമേനി പോലും ഒന്നും സ്വന്തമായി ചെയ്യാനൊക്കത്തില്ല. കാരണം അതിനുള്ള കഴിവ് നമുക്ക് തന്നിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാനേ ഒക്കത്തുള്ളൂ. പരിമല തിരുമേനിയുടെ കബറിൽ പോയി പ്രാർത്ഥിച്ചാൽ, അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ തിരുമേനിക്ക് മനസ്സ് തോന്നി തിരുമേനി ദൈവത്തോട് അപേക്ഷിച്ച് ദൈവം മനസ്സ് കനിഞ്ഞെങ്കിൽ മാത്രമേ എന്തും നടക്കത്തുള്ളൂ. പിന്നെയാ കള്ള ദാനിയേല് നിനക്കറിയാമോ? ജപമാല മന്ത്രവാദികൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. മന്ത്രവാദികൾ ഒരേ കാര്യം തന്നെ പല പ്രാവശ്യം ഉരുവിട്ട് ആണ് ഓരോന്ന് ചെയ്യുന്നത്, സാധിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നീ ചോദിക്കും, അപ്പോൾ നീ മന്ത്രവാദം പഠിച്ചിട്ടുണ്ട്? എല്ലാത്തിൻ്റെയും പുറകെ പോയിട്ടുള്ളവനാണ് ഞാൻ, കാണുകയൊക്കെ ചെയ്തിട്ടുള്ളവനാണ്. കത്തോലിക്ക സഭയെ പോലെ ഇത്ര നാറിയ ഒരു സഭ വിശ്വാസികളെ അന്ധവിശ്വാസങ്ങളും അല്ലെ വിശ്വാസികൾ നിങ്ങൾ തന്നെ ചിന്തിക്കും. ഈ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ പോലെ ഈ ജപമാലയുടെ കയ്യുടെ ആവശ്യം എന്തുവാ? പോട്ടെ, കത്തോലിക്ക സഭയെ വിട്ടിരിക്കുന്നു. ഈ നമ്മുടെ ക്രിസ്തീയ സഭയിലെ ഇടയന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇവർക്ക് ദൈവത്തിലാണോ മനുഷ്യനിലാണോ വിശ്വാസം? ഈ പുരോഹിത വർഗത്തിലും മറ്റ് ശ്രേഷ്ഠ ഉപദേശകന്മാർക്കും ഇവർക്ക് മനുഷ്യരാണ് വിശ്വാസം. കാരണം ഈ ലോകത്തിൽ നമുക്ക് ഉള്ള കാര്യം അവർ ചിന്തിക്കുന്നുള്ളൂ. ബോംബെ ഭദ്രാസനാധിപൻ ഒരു മെത്രാനും നമ്മുടെ കേരള ഗവർണർ ആലേക്കറുമായിട്ട് എൻ്റെ ബന്ധമാണെന്ന് എനിക്കറിയില്ല. ഏതായാലും കൊള്ളാം, ബോംബെ ഭദ്രാസനാധിപനെ പൊന്നാട അണിയിച്ചു നമ്മുടെ കേരള ഗവർണർ ആലേക്കർ. മനോരമയിൽ വന്ന ന്യൂസാണ്. ഞാൻ ചോദിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ലോകത്തിൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും, അതായത് മനുഷ്യന് ഈ ലോകത്തിൽ കഷ്ടതകൾ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ആ ദൈവത്തിൻ്റെ വേല ചെയ്യാനായിട്ട് സ്വയം അർപ്പിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അതിനുവേണ്ടി നോയമ്പ് ഉപവാസം എടുത്ത് ഇത് പ്രാർത്ഥിക്കണം. അല്ലാതെ ഈ പൊന്നാട കിട്ടിയോണ്ട് നിനക്ക് എന്ത് കിട്ടി? നീ പ്രസിദ്ധിയായി, പബ്ലിസിറ്റിയാണ് നിനക്കൊക്കെ വേണ്ടത്. ഇപ്പം ഓർത്തഡോക്സ് സഭയുടെ ഒരു മെത്രാന് 90 വയസ്സായി. എന്തോ ആഘോഷങ്ങളാ. ഈ മെരിക്കടിച്ചില്ല ഇപ്പം ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ ഇടവകയിൽ തന്നെ കിടപ്പ് രോഗിയാണെങ്കിലും അവൻ്റെ ബർത്ത്ഡേ മദ്ബഹായിൽ ആഘോഷിക്കുക. എന്തുവാ ആഘോഷിക്കുന്നതിന് മുമ്പേ ഒരു കവർ വീട്ടിൽ വരും. അതങ്ങ് എന്ന് വെച്ചാൽ ശരിയായിട്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ കവർ വരത്തില്ല. ഓർത്തഡോക്സ് സഭയിൽ അതില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന മക്കളെ, ഈ കള്ളന്മാരുടെ പുറകെ പോകരുത്. നിങ്ങൾ ബൈബിൾ വായിക്ക്. ഈ ബൈബിളില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ബൈബിൾ വായിച്ചുകളെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതൊക്കെ കള്ളപ്രവാചകൻ ധാരാളം ഉണ്ടാകും അന്ത്യകാലത്ത്.
ഈ പുരോഹിത വർഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യന്മാർ അന്ത്യകാലത്തെന്ന് പറഞ്ഞാൽ ഇനിയും അന്ത്യക്രിസ്തുവിന് കൂട്ടുനിൽക്കുന്ന യുവന്മാരാ. നമ്മൾ വിശ്വാസികളെ അന്ത്യക്രിസ്തുവിൻ്റെ പുറകെ കൊണ്ടുപോകുന്ന ഇവരാ. പോട്ടെ, ഞാനിപ്പോൾ ഇഷ്ടം വന്നുള്ളൂ. ഏതായാലും കൊള്ളാം. പാമ്പ്ലാനിക്കൊരു നല്ല ഇത് കൊടുക്കണം, ബിഷപ്പ് പാമ്പ്ലാനിക്ക്. കാരണം കത്തോലിക്ക സഭയിൽ ആൾക്കാർ അംഗങ്ങൾ കുറയുന്നു. അതുകൊണ്ട് 16 ഇനിയും അദ്ദേഹത്തെ സന്തോഷമാണ്. 18-ാം വയസ്സിലായാലും പിള്ളേരെ പ്രേമിച്ചാണേലും കല്യാണം കഴിച്ചോളും. നമുക്ക് അംഗസംഖ്യ കുറയുന്നു. എവിടെ യുദ്ധത്തിന് പോകാനോ, അതോ നിൻ്റെ വരുമാനം കുറയുന്നു, അതോ നിൻ്റെ കടപ്പറ പങ്കുവെക്കാൻ ആൾ കുറയുന്നു? പോയി പണി നോക്കടാ.